ഹലോ ഗായ്സ്, വെൽക്കം ടു എൽസ മീക്ക വ്ളോഗ്സ്. അപ്പം നമുക്ക് ഇന്നൊരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാം. അപ്പോൾ മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വൈറ്റ് പേപ്പർ ഈ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യണം. നെക്സ്റ്റ് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ ചില തെറ്റുകളൊക്കെ വരും. സോ ഇപ്പം നമ്മൾ ഇതിങ്ങനെ അസംബിൾ ചെയ്യാം കറക്റ്റായിട്ട്. കട്ട് ചെയ്തു. ഇനി നമുക്കിത് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാപ്ലർ എടുക്കാം. ഇത് കഴിഞ്ഞിട്ടത് ഇങ്ങനെ മടക്കാം. അപ്പം ഞാനിതിങ്ങനെ സ്റ്റാപ്ലർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഒരു പേന അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് ഇതിങ്ങനെ ഒരു റഫായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഹാർഡ് ടെക്സ്ചർ കിട്ടും. അതായത് ഇതുപോലെ ഇങ്ങനെ ഒരു കത്രിക വെച്ചോ അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് ഇങ്ങനെ റഫായിട്ട് ചെയ്യേണ്ട, പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സ്മൂത്തായിട്ട് ഇങ്ങനെ ചെയ്യണം. ഇത് ചെയ്യാൻ കുറച്ച് ഹാർഡ് ഇത് വേണം. എന്തെങ്കിലും അലമാരിയോ അതോ വേറെ വല്ലതും അലമാരീൻ്റെ ഡോറിൻ്റെ പോലത്തെ നമുക്കിതിങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിതിവിടെ ചെയ്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം. ഇനി നമുക്കിത് പുസ്തകം കവർ ചെയ്താൽ കവർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് എടുത്തിട്ട് അതുപോലെ കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സെൻറ്റർ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. എനിക്കിത് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഗ്ലൂ ഒട്ടിച്ചു. വേണമെങ്കിൽ ഗ്ലിറ്റർ ഷീറ്റ് എടുക്കാം. അപ്പോൾ ഗ്ലൂ ഒട്ടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത് പീൽ ചെയ്യണം. അല്ലെങ്കിൽ മറ്റേ സ്റ്റിക്കി റാപ്പർ പേപ്പർ കളർഫുള്ളായിട്ടൊക്കെ ഉണ്ട്, അത് വെച്ചും റാപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ഈ വൃത്തിയേട് കാണാതിരിക്കാൻ വേണ്ടി നമുക്കൊരു പണി ചെയ്യാം.